നമസ്കാരം. ഒരൊറ്റ നിമിഷത്തേക്കൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്കറിയാവുന്നതെല്ലാം, നിങ്ങൾ വിശ്വസിക്കുന്നതെല്ലാം ഒരുപക്ഷെ തെറ്റാണെങ്കിലോ? ഈയൊരു ഭയങ്കരമായ ചിന്തയിൽ നിന്നാണ് ഒരു വലിയ തത്വചിന്തകന്റെ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഉറപ്പിനായുള്ള ദെക്കാർത്തിന്റെ ഈ അന്വേഷണത്തിലേക്ക് നമുക്ക് കടക്കാം. ശരി, അപ്പോൾ ഇതാ എൻ്റെ ആദ്യത്തെ ചോദ്യം. നിങ്ങളിപ്പോൾ സ്വപ്നം കാണുകയല്ലെന്ന് എങ്ങനെ നിങ്ങൾക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും? ചുമ്മൊരു ചോദ്യം പോലെയുണ്ടല്ലേ? പക്ഷെ ദെക്കാർത്തിന്റെ ചിന്തകളുടെ ലോകത്തേക്കുള്ള താക്കോലാണ് സത്യത്തിൽ ഈ ചോദ്യം. ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കിക്കേ. അപ്പം നമ്മുടെ ഈ യാത്രയിലെ നായകൻ ഇദ്ദേഹമാണ്, റെനെ ദെക്കാർത്ത്. ആധുനിക തത്വചിന്തയുടെ പിതാവ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഒരൊറ്റ ഉറപ്പുള്ള സത്യം കണ്ടെത്താൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ. അദ്ദേഹത്തിന്റെ കഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ എന്തിനാ ദെക്കാർത്ത് ഇങ്ങനൊരു കടുങ്കൈക്ക് മുതിർന്നത്? എല്ലാത്തിനെയും സംശയിക്കുക എന്നൊക്കെ പറഞ്ഞ കാരണം സിമ്പിളാണ്. അദ്ദേഹത്തിന് ചുറ്റുമുള്ള അറിവിന്റെ ലോകം കണ്ടിട്ട് എന്തോ ഒരു പന്തികേട് തോന്നി. വളരെ അപകടം പിടിച്ചൊരവസ്ഥയിലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം കണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സത്യം എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പൊക്കിയ വലിയൊരു കെട്ടിടമുണ്ടല്ലോ, അതിന്റെ അടിത്തറയ്ക്ക് ഒരു ഉറപ്പുമില്ല. പാരമ്പര്യമായി കിട്ടിയ വിശ്വാസങ്ങൾ, നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ, എന്തിന് നമ്മുടെ സ്വന്തം കണ്ണും കാതും വരെ നമ്മളെ പറ്റിക്കാം, അല്ലേ? അപ്പോൾ പിന്നെ ഈ കെട്ടിടത്തിൽ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. അതെ, ആ തീരുമാനം ഇതായിരുന്നു: ആ പഴയ അറിവിന്റെ കെട്ടിടം അപ്പാടെ അങ്ങ് പൊളിച്ചു കളയുക, എന്നിട്ട് പുതിയ ഒരെണ്ണം പണിയണം. ഈ പൊളിച്ചു കളയുന്ന രീതിയെയാണ് അദ്ദേഹം റാഡിക്കൽ ഡൗട്ട് എന്ന് വിളിച്ചത്. അതായത്, കിട്ടുന്നതിനെയെല്ലാം അടിസ്ഥാനപരമായി തന്നെ സംശയിക്കുക. വെറുതെ സംശയിക്കുകയല്ല, ഇതിനൊരു മെത്തേഡ് ഉണ്ടായിരുന്നു. 3 സ്റ്റെപ്പുള്ളൊരു പ്ലാൻ. സ്റ്റെപ്പ് 1: നമ്മുടെ സെൻസുകളെ, അതായത് കണ്ണ്, മൂക്ക്, ചെവി, ഒന്നിനെയും വിശ്വസിക്കരുത്. കാരണം അവ നമ്മളെ പറ്റിക്കാറുണ്ട്, അല്ലേ? സ്റ്റെപ്പ് 2: സ്വപ്നത്തിന്റെ കാര്യം. നമ്മളിപ്പോൾ സ്വപ്നം കാണുവാണോ അതോ ഉണർന്നിരിക്കുകയാണോ? എങ്ങനെ ഉറപ്പിക്കും? ഇനി 3ാമത്തെ സ്റ്റെപ്പ്, ഇതാണ് ഏറ്റവും ഭീകരം. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതുമെല്ലാം നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു ദുഷ്ടശക്തി, ഒരു ഈവിൾ ഡീമൺ ഉണ്ടാക്കിയതാണെങ്കിലോ? എങ്ങനെയുണ്ട്? അപ്പോ ഈ സംശയങ്ങളുടെ എല്ലാം കൊടുങ്കാറ്റിൽ അറിവിന്റെ ആ പഴയ കെട്ടിടം മുഴുവൻ തകർന്നു വീണു. എല്ലാം സംശയത്തിന്റെ നിഴലിലായി. പക്ഷേ ആ തകർച്ചയുടെ ഇടയിൽ ഒരൊറ്റ കല്ല് മാത്രം ഇളകാതെ നിന്നു. സംശയിക്കാൻ പറ്റാത്ത ആ ഒരൊറ്റ സത്യം. അതെന്തായിരിക്കും? ഇതായിരുന്നു അത്. ദെക്കാർത്തിന്റെ ആ വലിയ കണ്ടെത്തൽ. കോഗിറ്റോ എർഗോ സം, ലാറ്റിനിലാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാനുണ്ട്. ഇതാണ് ഇളക്കമില്ലാത്ത അടിത്തറ, സംശയങ്ങളുടെ എല്ലാം അവസാനം. അദ്ദേഹം കണ്ടെത്തിയ ആ ഉറച്ച പാറ. ഇതെങ്ങനെ ഉറപ്പുള്ളതാവും എന്നല്ലേ? നോക്കൂ, ആ ദുഷ്ടനായ ഭൂതത്തിന് വേണമെങ്കിൽ എന്നെ എന്തിനെക്കുറിച്ചും തെറ്റിദ്ധരിപ്പിക്കാം. പക്ഷേ ഞാൻ സംശയിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ എന്നെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. കാരണം സംശയിക്കണമെങ്കിൽ സംശയിക്കുന്ന ഞാൻ എന്നു പറയുന്ന ഒരാൾ അവിടെ വേണ്ടേ? അതെ, ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സംശയിക്കുന്നുണ്ടെങ്കിൽ, ചിന്തിക്കുന്ന ആ ഞാൻ എന്തായാലും ഉണ്ടാകണം. കിട്ടിപ്പോയി. ഇതാണ് പുതിയ കെട്ടിടത്തിന്റെ ആദ്യത്തെ കല്ല്. അപ്പോ ഈ ഒരൊറ്റ അടിത്തറ വെച്ചിട്ട് ദെക്കാർത്ത് എങ്ങനെയാണ് അറിവിന്റെ പുതിയ ലോകം പണിതുയർത്തിയതെന്ന് നമുക്ക് നോക്കാം. ശരി, ഞാനുണ്ട് എന്ന് ഉറപ്പിച്ചു. അടുത്ത പടി എന്താ? ദെക്കാർത്ത് നേരെ പോയത് ദൈവത്തിന്റെ അടുത്തേക്കാണ്. അദ്ദേഹത്തിന്റെ ലോജിക്ക് ഇങ്ങനെയായിരുന്നു: ഞാൻ ഒരു അപൂർണനായ മനുഷ്യനാണ്, പക്ഷെ എന്റെ മനസ്സിൽ പൂർണ്ണത അല്ലെങ്കിൽ പെർഫെക്ഷൻ എന്നൊരു ഐഡിയ ഉണ്ട്. അപൂർണമായ എനിക്ക് എങ്ങനെ പൂർണ്ണമായ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും? പറ്റില്ല. അപ്പോൾ ഈ ആശയം എന്റെ മനസ്സിലിട്ടത് പൂർണ്ണനായ ഒരാളായിരിക്കണം. അതാരാണ്? ദൈവം. ഇനി പൂർണ്ണനായ ദൈവം ഒരിക്കലും ഒരു ചതിയനാവില്ല, അല്ലേ? അപ്പോൾ ദൈവം നമ്മളെ കബളിപ്പിക്കില്ല. അതുകൊണ്ട് നമുക്ക് വ്യക്തവും കൃത്യവുമായി തോന്നുന്ന നമ്മുടെ ചിന്തകളെ വിശ്വസിക്കാം. കണ്ടോ, അടുത്ത കല്ലും വെച്ചു. അപ്പോൾ ഒരു ചോദ്യം വരും: ദൈവം നമ്മളെ പറ്റിക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ നമുക്ക് തെറ്റുപറ്റുന്നത്? ഇതിനും ദെക്കാർത്തിനൊരു ഉത്തരവുണ്ടായിരുന്നു. നമ്മുടെ ഇച്ഛാശക്തി, അതായത് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, അത് അൺലിമിറ്റഡ് ആണ്. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നമ്മുടെ കഴിവ് ലിമിറ്റഡ് ആണ്. ഒരു കാർ ഓടിക്കുന്ന പോലെ നമുക്ക് എത്ര വേണമെങ്കിലും സ്പീഡിൽ പോകാനുള്ള ആഗ്രഹമുണ്ട്. അതാണ് ഇച്ഛാശക്തി. പക്ഷേ റോഡിന്റെ അവസ്ഥയും കാറിന്റെ കപ്പാസിറ്റിയും അനുസരിച്ചല്ലേ ഓടിക്കാൻ പറ്റൂ. അതുപോലെ പൂർണ്ണമായി മനസ്സിലാവാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എടുത്തുചാടി തീരുമാനം പറയുമ്പോഴാണ് തെറ്റുകൾ പറ്റുന്നത്. ഈ പുനർനിർമ്മാണത്തിൽ നിന്ന് കിട്ടിയ മറ്റൊരു വലിയ ഐഡിയയാണ് മൈൻഡ് ബോഡി ഡ്യുവലിസം. അതായത് മനസ്സും ശരീരവും രണ്ടാണ്. മനസ്സെന്ന് പറയുന്നത് ചിന്തിക്കുന്ന ഒന്നാണ്. അതിന് തൂക്കമോ നീളമോ ഒന്നുമില്ല, ഒരു ഫിസിക്കൽ സാധനമല്ല. ശരീരം നേരെ തിരിച്ചും. അത് ഭൗതികമാണ്, പക്ഷെ അതിന് തനിയെ ചിന്തിക്കാൻ കഴിയില്ല. ഇവ രണ്ടും 2 വ്യത്യസ്ത സംഗതികളാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഓക്കെ, അപ്പോൾ ദെക്കാർത്ത് തന്റെ പുതിയ അറിവിന്റെ കെട്ടിടമൊക്കെ പണിതു. പക്ഷെ അതിൻ്റെയൊക്കെ സ്വാധീനം എന്തായിരുന്നു?
എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? അപ്പോൾ ഈ ഒരു വലിയ അന്വേഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാ? 1. ഏതൊരു ഫിലോസഫിയും തുടങ്ങേണ്ടത് സംശയത്തിൽ നിന്നാണ്. 2. ഞാൻ ചിന്തിക്കുന്നു, അതിനാൽ ഞാൻ ഉണ്ട് എന്നത് മാത്രമാണ് ഒരേ ഒരു ഉറച്ച സത്യം. 3. നമ്മുടെ അറിവുകൾക്ക് ഒരു ഗ്യാരണ്ടി തരാൻ ദൈവം ആവശ്യമാണ്. 4. നമ്മുടെ തെറ്റുകൾ വരുന്നത് നമ്മുടെ അറിവില്ലായ്മയും അഹങ്കാരവും ചേരുമ്പോഴാണ്. 5. മനസ്സും ശരീരവും രണ്ടാണ്. അവസാനം, ശരിയായ അറിവ് കിട്ടണമെങ്കിൽ വെറുതെ കണ്ടാൽ പോരാ, ആഴത്തിൽ ചിന്തിക്കണം, യുക്തി ഉപയോഗിക്കണം. ഇതാണ് ദെക്കാർത്തിന്റെ സംഭാവനകളുടെ ഒരു കാതൽ. ശരിക്കും പറഞ്ഞാൽ ദെക്കാർത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ഏതെങ്കിലും ഒരു പ്രത്യേക ഉത്തരമല്ല, മറിച്ച് അദ്ദേഹം പഠിപ്പിച്ച ആ ഒരു രീതിയാണ്. ധൈര്യമായിട്ട് സ്വന്തം വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുക, സംശയിക്കാൻ പറ്റാത്ത ഒരു അടിത്തറ കണ്ടെത്തുക, എന്നിട്ട് അവിടെ നിന്ന് പതുക്കെ പടുത്തുയർത്തുക. ഈയൊരു ചിന്താഗതി അത് പാശ്ചാത്യ തത്വചിന്തയെ മൊത്തത്തിൽ മാറ്റിമറിച്ചു. ഒരു വിപ്ലവം തന്നെയായിരുന്നു അത്. അപ്പോൾ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാനത്തിലേക്കെത്തുകയാണ്. ദെക്കാർത്ത് എല്ലാം സംശയിച്ച് അവസാനം ഒരൊറ്റ സത്യത്തിലെത്തി. ഇനി എന്റെ ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും സംശയിക്കാൻ തയ്യാറാവാത്ത, നിങ്ങളുടെ അറിവിന്റെ ആയാലും ജീവിതത്തിന്റെ ആയാലും അടിത്തറയായ ആ ഒരൊറ്റ വിശ്വാസം, അതെന്താണ്? ഒന്ന് ആലോചിച്ചു നോക്കൂ.